CPIM ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് വിമത നീക്കം തന്നെയാണ്. അതായത് ഓരോ മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA-മാരെ മാറ്റി പുതിയ നേതാക്കളെ കൊണ്ടുവന്ന് പരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആണ് ഇപ്പോൾ CPIM-നെ അലട്ടുന്നത്. നിലവിലെ CPIM-ന്റെ നിരവധിയായ MLA-മാർക്ക് സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ പലരും വിമതരായി നിന്നുകൊണ്ട് അതല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ മറ്റു രീതിയിലുള്ള തടസ്സങ്ങളോ സൃഷ്ടിച്ചാൽ CPIM-ന്റെ വിജയം എളുപ്പമാകില്ല. കൃത്യമായി പറഞ്ഞാൽ സുധാകരനോട് ആലപ്പുഴ ജില്ലയിൽ നാസറിനും അതുപോലെ തന്നെ സലാമിനും തീർത്താൽ തീരാത്ത പക എന്താണെന്ന് വെച്ചാൽ സുധാകരൻ സലാമിന് തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രചരണം നടത്തിയില്ല എന്നും അദ്ദേഹത്തിനെതിരായി നിലനിന്നിരുന്നു എന്നുമൊക്കെയാണ് പാർട്ടി വിശ്വസിക്കുന്നത്. എന്നാൽ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിഭാഗീയതയുള്ളത്. ചിത്തരഞ്ജനെതിരെ തോമസ് ഐസക്കിനെ ആലപ്പുഴയിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ വലിയൊരു നീക്കം കോൺഗ്രസ് നടത്തിയതാണ്. അതുപോലെ തന്നെ സുധാകരനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ഒരു നീക്കം നടത്തി നോക്കി. എന്നാൽ ഇവരാരും തന്നെ പരസ്യമായി സമ്മതം കൊടുത്തിട്ടില്ല. ആലപ്പുഴയിൽ ലിജുവാണ് ഇത്തവണ അമ്പലപ്പുഴയിൽ സലാമിനെതിരെ നിൽക്കുന്നതെങ്കിൽ ലിജുവിന് വിജയം ഉറപ്പാണ്. ഭരണവിരുദ്ധത മാത്രമല്ല, അതിശക്തമായിട്ടുള്ള വിഭാഗീയത ആലപ്പുഴയിൽ CPIM-നുണ്ട്. ഒരുപക്ഷെ അത് കൃത്യമായും ആലപ്പുഴ ജില്ലയിൽ പല നേതാക്കളുടെയും പരാജയത്തിന് കാരണമാകും. ഒന്നാലോചിക്കണം, മാരാരിക്കുളത്ത് VS അച്യുതാനന്ദനെ 996-ൽ പരാജയപ്പെടുത്തിയത് CPIM-ലെ ഈ വിഭാഗീയത തന്നെയാണ്. ആ വിഭാഗീയത എല്ലാ മേഖലയിലും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി അത് മനസ്സിലാക്കണമെങ്കിൽ ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കിയാൽ മതി. 2ാം സ്ഥാനത്ത് എത്തേണ്ടിയിരുന്ന AM ആരിഫ് അവിടെ ഗതികേടിൻ്റെ ഒരു പര്യായമായി മാറിയിരുന്നു. ശോഭാ സുരേന്ദ്രൻ പല സെക്ടറുകളിലും മുന്നേറുന്ന ഒരു കാഴ്ച. KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന പല ബൂത്തുകളുമുണ്ട്. ഒന്ന് ആലോചിക്കണം, ശോഭാ സുരേന്ദ്രൻ CPIM-ന്റെ വോട്ടുകളെ ഹൈജാക്ക് ചെയ്തത് എങ്ങനെ? അതായത് CPIM-ന് തകർച്ച നേരിടുകയാണ്. ആലപ്പുഴയിൽ പ്രത്യേകിച്ചും ശോഭ വളരെയധികം ആക്റ്റീവായി തന്നെ പ്രവർത്തിക്കുകയാണ്. കടിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി നടേശനെ കാണുന്നതുൾപ്പെടെ ശോഭ കൃത്യമായും SNDP നേതാക്കളുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുകയാണ്. അവരൊരു ഇഴവയായതുകൊണ്ട് മാത്രമല്ല, അവർ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്രീകരിക്കുകയാണ്. കായംകുളത്താണ് മത്സരിക്കുന്നതെങ്കിൽ CPIM-ന്റെ കട്ടയും പടവും അടങ്ങാനുള്ള സാധ്യതയുണ്ട്. കായംകുളത്തോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സെക്ടറിൽ, അതായത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സെക്ടറിലാണ് മത്സരമെങ്കിൽ അത് കടുക്കും എന്ന് തന്നെ വ്യക്തമാകുന്ന സാഹചര്യമാണ്. കുറഞ്ഞ പക്ഷം ഹരിപ്പാട് ഉൾപ്പെടെ നിരവധിയായ സീറ്റുകൾ അമ്പലപ്പുഴയും അതോടൊപ്പം കായംകുളവും ഒക്കെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും കാണുകയാണ്. വമ്പൻ നീക്കം നടത്തുകയാണ് കോൺഗ്രസും. കോൺഗ്രസ് കൃത്യമായും CPIM-ലെ ഈ തർക്കം മുതലെടുക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്.